മുണ്ടക്കൈ ചൂരൽമല ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്ത പ്രചരിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ച് DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ്. നടക്കുന്നത് CPMന്റെ തെരഞ്ഞെടുപ്പ് അജണ്ടയാണെന്നും KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് നൽകിയ പരാതിയിൽ പറയുന്നു. പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നലെയാണ് ഞാൻ മെയിൽ ചെയ്തത്. DGPക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഫേക്ക് ന്യൂസ് കൊടുത്ത പ്രധാനപ്പെട്ട 3 ആളുകളുടെ പേര് വെച്ച് തന്നെ തെളിവ് സഹിതമാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല വിഷയത്തിൽ ഒരു വലിയൊരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭരണകൂടം, ഗവൺമെന്റ് ആണ് ഈ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്ത് ചെയ്യേണ്ടത്. അതിനുള്ള ഫണ്ടും ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. 700 ചില്ലുവാനും കോടി രൂപ കയ്യിൽ ഇരിക്കുമ്പോഴാണ് ഇത്രയും കാലതാമസം ഇതിന് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗവൺമെന്റിന് ആ കാലതാമസം വന്നത്? അപ്പോ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഞങ്ങൾ പിരിച്ച തുക, യൂത്ത് കോൺഗ്രസ് പിരിച്ച തുക, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് KPCC പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷനോടനുബന്ധിച്ച് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട പ്രധാന നേതാക്കന്മാർ ഇന്നലെ ഞാൻ അയച്ചതിന് ശേഷം അവരറിഞ്ഞിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുമുണ്ട്. കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും ഈ സൈബർ പോരാളികൾ ഇതിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ? SKN ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പിരിച്ച തുക, വീട് നിർമ്മിക്കാൻ വെക്കുന്നതിലെ വീഴ്ച, ഇതൊക്കെയാണ് CPMന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധം എന്നുള്ളത് തെല്ലും സംശയമില്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിലൊരു തെരഞ്ഞെടുപ്പ് പ്രൊപ്പഗേണ്ട നടപ്പാക്കുകയാണ് CPMന്റെ അണികൾ എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു പരാതി നൽകിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ DGPക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നു. 3 പേരുടെ പ്രൊഫൈൽ വിവരങ്ങൾ വെച്ചുകൊണ്ട്, അതിന്റെ പ്രൊഫൈൽ ലിങ്കുകൾ വെച്ചുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. സർക്കാർ പൂർണ്ണമായും ഏറ്റെടുത്ത് എത്രയും വേഗം നടപ്പാക്കേണ്ട ഒരു പദ്ധതി, അത് പ്രതിപക്ഷം അവരുടെ ചുമതല എന്നുള്ള നിലയ്ക്ക് ഏറ്റെടുക്കുകയും അതിന്റെ ഒരു ഭാഗം അവർ ചെയ്യാമെന്ന് ഏൽക്കുകയും ചെയ്തു. പക്ഷേ സ്വാഭാവികമായിട്ടും അതിന്റെ കണക്കുകൾ ഇപ്പോഴാണ് KPCC അധ്യക്ഷൻ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തത്. ഇതിന്റെ പേരിൽ വ്യാജ വാർത്തകൾ ബോധപൂർവം പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പരാതിയുടെ കാതലുള്ളത്. സ്വാഭാവികമായിട്ടും ഇനി 2 ദിവസം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അവശേഷിക്കെ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തവും അതുമായി ബന്ധപ്പെട്ട് പിരിച്ച പണവും സ്വാഭാവികമായിട്ടും വലിയ ചർച്ചകളിലേക്ക് എത്തുകയാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ അതൊരു പോലീസ് പരാതിയായി കൂടി ഉയർന്നു വന്നിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു വിപിൻ സി വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.